ഉണ്ടാക്കിയെടുക്കാന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പടക്കത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പൗച്ചാണ്. അപ്പോൾ നിങ്ങളധികമായിട്ട് ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിടാം. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലിട്ട് വിടാം. ആദ്യം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടച്ചിക്കോടാ. ഇതാ നമ്മളിതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് വശവും ഒട്ടിക്കണം. ഇത് ആവശ്യമില്ലാണ്ടാണ് ഈ രണ്ട് വശവും നമ്മൾ അടയ്ക്കാനുള്ളതാണ്. ഈ രണ്ട് വശം നമ്മൾ ഒട്ടിച്ചെടുക്കണം. നമുക്ക് നേരെ അതിനൊരു ചെറിയ പീസ് എടുക്കണം. ഇങ്ങനത്തെ രണ്ട് കഷ്ണം വെച്ചിട്ടാണ് ഗായ്സ് നമ്മൾ ഒട്ടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പശ വെച്ചിട്ടാണ്, സാധാ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഗായ്സ് നമ്മൾ ഒട്ടിക്കുന്നത്. കട്ടിയിടാം. അപ്പോൾ നമ്മളിത് തുറന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പശ എടുത്തിട്ട് ഇതിൻ്റെ അരുവിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും. നോർമലായിട്ട് എല്ലാവരും ഇത് സാധനം ഇങ്ങനെ ഒട്ടിക്കണ മാതിരി രണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ തന്നെ ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കോർക്കിന് ഇവിടെ വരുന്നൊരു അടപ്പുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചൊട്ടിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് ചെയ്താൽ മതി. ഇത് നമ്മൾ രണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നില്ല. ഇങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ ഇരിക്കില്ല. ഇത് നമുക്കൊന്ന് ഇവിടെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ റൗണ്ട് കൊടുക്കണം. കട്ടിയിടാം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇങ്ങനത്തെ ഒരു കഷ്ണമാണ് ഇത്. ഇതേമാതിരി തന്നെ ഒരു കോർക്കിൻ്റെ കൂടിൻ്റെ ഒരു കഷ്ണമാണ്. അത് നമ്മളിത് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് ഇതാണ് ഞാൻ അടപ്പായിട്ട് എടുക്കുന്നത്, ഇങ്ങനെ അടച്ച് വെക്കാൻ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ അമർത്തി ഒന്ന് കനത്തിൽ അമർത്തി സെറ്റാക്കി കൊടുക്കുക. ഇവിടെ ചെറിയ ഗ്യാപ്പ് വേണം. ഇങ്ങനെ അമർത്തി നല്ല ഉറപ്പിച്ച് വെക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കാം ഇതിങ്ങനെ അടയോ ഇല്ലെന്ന്. ഇവിടെ ഞാൻ ഗ്യാപ്പ് ഇടണം പറഞ്ഞത് ഇത് നമ്മൾ ഇതിൽ വെക്കുമ്പോൾ എളുപ്പത്തിൽ ഇറങ്ങി പോവാനും തിരിച്ചെടുക്കുമ്പോൾ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഗ്യാപ്പ് ആക്കിയിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇറക്കുമ്പോൾ ഇത് ഒപ്പം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ അടച്ച് സെറ്റാക്കി വെക്കും. ഇതാ അങ്ങനെ അടച്ച് നമ്മൾ സെറ്റാക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് അത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സാധാ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ബാക്കി അതിന് പശ നമുക്കിതിൽ ഇത്ര പശയുടെ ആവശ്യമില്ല. നമ്മൾ ഈ പശ എടുത്ത് ജസ്റ്റ് ഇവിടെ തിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മേലെ ചുവപ്പ് കളറ് അടിക്കാണ്ട്. അപ്പോൾ
അപ്പോൾ ഇതാ ഗൈസ് നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ബാക്കി എത്തിക്കി കിടക്കാം. അപ്പോൾ അത് വരെ ഇതൊന്നും ഉണങ്ങട്ടെ. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചോപ്പ് പെയിൻ്റ് അടിക്കുകയാണ്. കട്ടിയറ. അപ്പോൾ നമ്മൾ ഇതിൽ പെയിൻ്റ് അടിക്കുന്നില്ല, പകരം നമ്മൾ ചെയ്യണത് ഇതാ ഇങ്ങനത്തെ ഒരു പേപ്പർ വെച്ചത് കവർ ചെയ്യാണ് ചെയ്യണത്. അപ്പം നമുക്ക് ഇത് ആദ്യം ഇതുമ്പോൾ പശ തേക്കണം. ജസ്റ്റ് പശ ഒന്നിങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാണ് ചെയ്യേണ്ടത്. കട്ടിക്ക്. അപ്പം നമ്മൾ ഇതൊന്ന് പശ വെച്ച് ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ്. പശ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് പശ കഴിയാനേ അതുകൊണ്ടാണ് കിട്ടാത്തത്. നമ്മളിത് ഇതിൽ വെച്ച് റോൾ ചെയ്യാൻ പോകണം. നമ്മുടെ പശ വെച്ച ഭാഗത്ത് ഇതിൻ്റെ തലപ്പ് വെച്ച് ഇതാക്കിയിട്ട് നമ്മൾ ഇതിന് പകരം ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഷ് ക്യൂക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമാവും. ഇത് വേഗം ഒട്ടിക്കിട്ടും. ഇതട കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ ഒന്നെങ്കിൽ നമുക്കിതിൽ പെയിൻ്റ് അടിക്കാം, അല്ലെങ്കിൽ അതേമാതിരി ഞാൻ ചെയ്യണ പോലെ പേപ്പർ ഒട്ടിച്ചാൽ മതി. പേപ്പർ ഒട്ടിക്കുക ഒന്നുകൂടി എളുപ്പം. നമ്മളിതിന്റെ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യണത് നമ്മളിതാ ഇവിടെ ഒരു ഓട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിക്ക് ഇതാ ഈ നൂല് കയറ്റി വെച്ച് കൊടുക്കാണ്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് പശ എടുക്കാണ്. ഇത് തറ്റാൻ ഇതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം ഗൈസ്. അപ്പൊ ഗായ്സ് നമ്മള് ഇതിന്റെ പണി കഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൗച്ച്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക. ജസ്റ്റ് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടിപൊളി പൗച്ചായി. ജസ്റ്റ് പടക്കത്തിന്റെ ഒരു രൂപത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് താഴെ കമന്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ.